യാക്കോബ് തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. താൻ ദൂതനോട് പൊരുതി ജയിച്ചു. യാക്കോബ് ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. യാബോക്ക് എന്ന കടവിൽ യാക്കോബ് ദൈവസന്നിധിയിൽ മല്ല് പിടിക്കുകയാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് ഇന്നലകളിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളിൽ, കഷ്ടതകളുടെ നടുവിൽ ദൈവമേ, നീ എന്നെ ഇനി അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ഇന്നലകളെ മറക്കുമാറാക്കുന്ന ദൈവസന്നിധിയിൽ യാക്കോബ് കരഞ്ഞപേക്ഷിക്കുകയാണ്. തിരുവെഴുത്തിൽ ദൈവത്തോട് മല്ല് പിടിച്ചവരെ നമുക്ക് കാണാം, പൊരുതി ജയിച്ചവരെ നമുക്ക് കാണാം. അതിലൊരുവൻ യാക്കോബാണ്. തൻ്റെ സഹോദരൻ തന്നെ കൊന്നുകളയും എന്നുള്ള ഒരു മരണഭയം തന്നെ വേട്ടയാടുകയാണ്. നീണ്ട 20 വർഷക്കാലം ലാബാന്റെ മുൻപിൽ ചതിക്കപ്പെട്ടു. ഇപ്പോഴിതാ ഭയം തന്നെ കീഴ്പ്പെടുത്തുകയാണ്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളേറി വരുന്നുണ്ടോ? കഷ്ടതകളേറി വരുന്നുണ്ടോ? യാക്കോബ് നമുക്ക് മുൻപിൽ ഒരു പാഠമാണ്. ദൈവത്തോട് പൊരുതി ജയിച്ചവൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവൻ. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥനയിൽ പോരാടണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടതിലൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്ത നന്മകൾ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. സമാധാനം, സന്തോഷം, പ്രത്യാശ, നിത്യജീവൻ, പാപമോചനം, ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ്. എന്നാൽ ഇതൊന്നും അനുഭവിക്കുകയില്ല എന്ന് വാദിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽ നിങ്ങൾ പോരാടി ജയിക്കണം. പ്രാർത്ഥനയിൽ പോരാടണം. തിരുവെഴുത്ത് പറയുന്നു, ബലാൽക്കാരേണ ദൈവരാജ്യത്തെ കൈവശമാക്കുന്നു. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ എന്തു വില കൊടുത്തും പ്രാപിക്കണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കരുത്. പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാ. യേശു ക്രൂശിൽ കഷ്ടപ്പെട്ട് നൽകിയതാ. അനുഭവിക്കാനുള്ളതാണ്, തലമുറകൾക്ക് കൈമാറാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ പോരാടുക. തോറ്റു കൊടുക്കരുത്, മടുത്തു പോകരുത്. എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കുക. യാക്കോബിനെ പോലെ കരയുവാൻ എഴുന്നേൽക്കുക. നിങ്ങൾ പരാജയപ്പെടുകയില്ല. ജയാളിയായൊരു ദൈവം, തോൽവി എന്തെന്നറിയാത്ത കർത്താവ്, സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.